സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം രുക്മിണി സ്വയംവരം 3 അധ്യായങ്ങളിലാണ് അത് വർണ്ണിക്കുന്നത്. പരീക്ഷിത്ത് മഹാരാജാവിന്റെ ചോദ്യം: ശ്രീകൃഷ്ണ ഭഗവാൻ സുമുഖിയായ രുക്മിണിയെ രാക്ഷസവിധി പ്രകാരം വിവാഹം ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട്. ശാല്വൻ, മഗധരാജാവായത് ജരാസന്ധൻ, ഇവരെല്ലാം പരാജയപ്പെടുത്തിയിട്ടാണ് ആ ഭഗവാൻ രുക്മിണി ദേവിയെ സ്വീകരിച്ചത്. ആ കഥ എനിക്ക് കേൾക്കണമെന്ന ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പരീക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടിയായി ശ്രീ ശുകബ്രഹ്മർഷി പറയാൻ ആരംഭിക്കുകയാണ്. രാജാസീൽ ഭീഷ്മകോ നാമ വിദർഭാധിപതിർമഹാൻ തസ്യ പഞ്ചാഭവൻ പുത്രാഹ കന്യേകാചവരാനന. വിദർഭ രാജ്യത്തെ രാജാവായിരുന്നു ഭീഷ്മകൻ. അദ്ദേഹത്തിന് 5 പുത്രന്മാരും ഒരു പുത്രിയുമായിരുന്നു ഉണ്ടായിരുന്നത്. പുത്രന്മാരുടെ പേരുകൾ: മൂത്തപുത്രനാണ് രുക്മി, അടുത്തയാൾ രുക്മരഥൻ, രുക്മബാഹു, രുക്മകേശൻ, രുക്മമാലി. ഇവരുടെ എല്ലാം അനുജത്തിയായിട്ടാണ് ആ രുക്മിണി ദേവിയുടെ ജനനം. കൊട്ടാരത്തിൽ വരുന്ന നാരദാദി ഋഷീശ്വരന്മാരിൽ നിന്നും ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപവീര്യ ഗുണശ്രീകളെ കേട്ട് രുക്മിണി ദേവി തനിക്ക് അനുരൂപനായ വരൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് എന്ന് നിശ്ചയിച്ചു. ബുദ്ധി, ഔദാര്യം, സൗന്ദര്യം, സൗശീല്യം, ഇങ്ങനെ എല്ലാ സദ്ഗുണങ്ങളും തികഞ്ഞ രുക്മിണി തന്നെയാണ് തനിക്കും അനുരൂപയായ വധു എന്ന് ശ്രീകൃഷ്ണനും കരുതി പോരുകയാണ്. അവർ തമ്മിൽ ഇതിനു മുൻപ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുള്ളതായി പറയുന്നില്ല. ആ ശ്രീകൃഷ്ണന് തന്നെ രുക്മിണിയെ നൽകണമെന്ന് മറ്റു ബന്ധുക്കൾ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിലും കൃഷ്ണദ്വേഷിയായ രുക്മി തന്റെ സഹോദരിയെ രുക്മിണിയെ തന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ചേതി രാജ്യത്തെ ശിശുപാലന് നൽകണം എന്നാണ് നിശ്ചയിച്ചത്. അതറിയുന്ന രുക്മിണി വല്ലാതെ സങ്കടപ്പെടുകയാണ്. കൊട്ടാരത്തിൽ എത്തിയതായ ഒരു വിപ്രൻ അദ്ദേഹത്തിനെ തന്റെ ദൂതനായി ആ രുക്മിണി ദേവി ഭഗവത് സമീപത്തേക്ക് ദ്വാരകയിലേക്ക് അയക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ദ്വാരകയിലെത്തി ആ രുക്മിണി ദേവി നൽകുന്നതായിട്ടുള്ള സന്ദേശം അത് ഭഗവാന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഈ ദൂതനായിട്ട് വന്ന വിപ്രനെ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വീകരിച്ചു, ഉപചാരങ്ങളെല്ലാം ചെയ്തു. അതിനുശേഷം ചോദിക്കുകയാണ്: അങ്ങയുടെ ധർമ്മം വേണ്ടതുപോലെ നടത്തുവാൻ കഴിയുന്നുണ്ടല്ലോ. ഒരു വിപ്രൻ യഥാലബ്ധ പരിതുഷ്ടനായി യാദൃച്ഛികമായി വന്നു ചേരുന്നത് കൊണ്ട് സന്തോഷിക്കുകയും തന്റെ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതെ വർത്തിക്കുകയുമാണ് എങ്കിൽ അങ്ങനെയുള്ള ഒരുവന്റെ എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കും. നേരെമറിച്ച് സ്വർഗാധിപതിയാണ് എങ്കിലും ഉള്ളതുകൊണ്ട് തൃപ്തനല്ല എങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് എപ്പോഴും അലയേണ്ടതായി വരും. സന്തുഷ്ടോയർഹി വർത്തേത ബ്രാഹ്മണോ ഏന കേനചിൽ അഹീയമാന സ്വധർമാൽ സഹ്യസ്യാഖില കാമധു. അസന്തുഷ്ടോ അസകൃല്ലോകാൻ ആപ്നോത്യപി സുരേശ്വര.
അകിഞ്ചനോപി സന്തുഷ്ടശേതേ സർവാംഗവിജ്വര. യാദൃച്ഛികമായി ലഭിക്കുന്നത് കൊണ്ട് സന്തോഷിക്കുന്നവരും സ്വധർമ്മനിഷ്ഠരും സർവഭൂത സുഹൃത്തുക്കളും നിരഹങ്കാരികളും ആയിട്ടുള്ള വിപ്രന്മാരെ ഞാൻ എപ്പോഴും വന്ദിക്കുന്നു. അങ്ങയ്ക്കും വേണ്ടതുപോലെ സംരക്ഷണം ലഭിക്കുന്നില്ലേ? ഏതൊരു രാജ്യത്താണ് അങ്ങ് വസിക്കുന്നത് എങ്കിലും അവിടുത്തെ രാജാവ് പ്രജകളെ വേണ്ടുന്നതുപോലെ പാലിക്കുന്നവനാണ് എങ്കിൽ അങ്ങനെയുള്ള ഒരാൾ എനിക്കും പ്രിയപ്പെട്ടവനാണ്. താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്? ഇത്രയും ദൂരം ഈ യാത്രാക്ലേശങ്ങളൊക്കെ സഹിച്ച് വന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നൊക്കെ ഉള്ള ഭഗവാന്റെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറയുകയാണ്, എന്താണോ രുക്മിണീ ദേവി തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ആ കർത്തവ്യം, അത് സന്ദേശരൂപേണ ശ്രീകൃഷ്ണന്റെ മുന്നിൽ അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. രുക്മിണ്യുവാച ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം തേ നിർവിശ്യ കർണവിവരൈ ഹരതോങ്കതാപം രൂപം ദൃശാം ദൃശിമതാമഖിലാർത്ഥലാഭം ത്വയി അച്യുതാ വിശദി ചിത്തമപത്രപം മേ. അല്ലയോ ലോകൈക സുന്ദര, കാതിൽ കൂടി ഉള്ളിലേക്ക് പ്രവേശിച്ച് കേൾക്കുന്നവരുടെ എല്ലാ സങ്കടങ്ങളെയും ഹരിക്കുന്ന അങ്ങയുടെ ഗുണഗണങ്ങളെ കേട്ടും സൗന്ദര്യത്തെക്കുറിച്ച് രൂപസൗന്ദര്യത്തെക്കുറിച്ച് കേട്ടും ഹേ അച്യുത, എന്റെ ചിത്തം ഒട്ടും തന്നെ ലജ്ജയില്ലാതെ നിസ്ത്രപം അങ്ങയിൽ ആസക്തമാകുകയാണ്. കാത്വാമുകുന്ദമഹതി കുലശീലരൂപവിദ്യാവയോദ്രവിണധാമഭി ആത്മതുല്യം ധീരാപതിം കുലവദീനവൃണീതകന്യാ കാലേ നിസിംഹ നരലോകമനോഭിരാമം. അല്ലയോ മുകുന്ദ, നരവരോത്തമ, കുലം, ശീലം, രൂപം, വിദ്യ, താരുണ്യം, ദ്രവിണം, ധനം, പ്രഭാവം, ഇവ കൊണ്ടൊക്കെ തന്നെ അനുരൂപനും നരലോക മനോരമനുമായ അങ്ങയെ ഏതൊരു കന്യകയും സത്കുലപ്രസൂതയായ സദ്ഗുണവതിയായ സ്ഥിരമതിയായിട്ടുള്ള ഏതൊരു കന്യക ആണ് ആഗ്രഹിക്കാതിരിക്കുക? അതുകൊണ്ട് തന്നെ ഞാനും അങ്ങയെ എന്റെ പതിയായി വരിച്ചിരിക്കുന്നു. തന്മേ ഭവാൻ ഖലു വൃത പതിരംഗജായ ആത്മാർപ്പിതശ്ച ഭവതോത്ര വിഭോ വിധേഹി മാ വീരഭാഗമഭിമർശതു ചൈദ്യ ആരാത് ഗോമായുവൻ മൃഗപതേർബലിമംബുജാക്ഷ. അങ്ങ് വിദർഭയിലേക്ക് വന്ന് എന്നെ പരിഗ്രഹിച്ചാലും സിംഹത്തിന്റെ ഇരയെ ഒരു കുറുനരി എന്ന പോലെ അവിടുത്തേക്ക് സമർപ്പിക്കപ്പെട്ടവളായ എന്നെ ചേതിരാജാവായിട്ടുള്ള ശിശുപാലൻ സ്പർശിക്കാൻ പോലും ഇടവരുത്തരുതേ. പൂർത്തേഷ്ടദത്ത നിയമം വൃതദേവ വിപ്രഗുരുവർച്ചനാദിഭിരലം ഭഗവാൻ പരേശ ആരാധിതോ യതി ഗദാഗ്രജ ഏത്യപാണിം ഗൃഹാതു മേ നദമഘോഷസുതാതയോന്യേ. സൽക്കർമ്മം, ദാനം, യമനിയമങ്ങൾ, വ്രതാനുഷ്ഠാനങ്ങൾ, ഗുരുപൂജ, ഇതുകൊണ്ടെല്ലാം സർവേശ്വരനായ ഭഗവാനെ ഞാൻ ആരാധിച്ചിട്ടുണ്ട് എങ്കിൽ
വസുദേവനന്ദനായിട്ടുള്ള ഭഗവാൻ വന്ന് എന്റെ പാണിഗ്രഹണം ചെയ്യട്ടെ. ശോഭാവിനി ത്വമജിതോദ്വഹനേ വിദർഭാൻ ഗുപ്തസമേത്യ പ്രതനാപതിഭിപരീത നിർമധ്യ ചൈദ്യമഗധേന്ദ്രബലം പ്രസഹ്യ മാം രാക്ഷസേന വിധിനോദ്വഹ വീര്യശുൽക്കാം. ഹേ അജിത, നാളെ നടക്കാൻ പോകുന്ന എന്റെ വിവാഹത്തിൽ അങ്ങ് സൈന്യങ്ങളോടുകൂടി വന്ന് മഗധന്റെയും ചൈത്യന്റെയുമെല്ലാം സൈന്യത്തെ പരാജയപ്പെടുത്തി രാക്ഷസവിധിപ്രകാരം എന്നെ വിവാഹം ചെയ്താലും അന്തഃപുരാന്തരചരീമനിഹത്യ ബന്ധും സ്ത്വാമുദ്വഹേ കഥമിതി പ്രവദാമ്യുപായം. പൂർവേദ്യുരസ്തി മഹദീ കുലദേവി യാത്ര യസ്യാം ബഹിർനവവധൂ ഗിരിജാമുപേയ. എന്റെ ബന്ധുക്കളെ ഒന്നും ദ്രോഹിക്കാതെ തന്നെ എന്നെ സ്വീകരിക്കാനുള്ള ഉപായം പറയാം. തലേന്ന് കുലദേവതയായ പാർവതിയെ വന്ദിക്കുവാനും ആരാധിക്കാനുമായി സഘോഷം പുറപ്പെടും. പാർവതീപതിയായ ശ്രീപരമേശ്വരനും മറ്റു മഹാത്മാക്കളും ആത്മശുദ്ധിക്കായിക്കൊണ്ട് ആരുടെ പാദപത്മപരാഗങ്ങളെയാണോ തേടുന്നത്, അങ്ങനെയുള്ള ഭഗവാനെ അങ്ങയുടെ അനുഗ്രഹം ലഭിക്കണമേ എനിക്ക്. യസ്യാംഘ്രിപങ്കജരജ സ്നപനം മഹാന്തോ വാഞ്ചന്ത്യുമാപതിരിവാത്മതപോപഹത്യൈ യർഹ്യംബുജാക്ഷനലഭേയഭവൽ പ്രസാദം ജഹ്യാമസൂൻ വൃതകൃശാൻ ശതജന്മഭിസ്യാൽ. അങ്ങയുടെ അനുഗ്രഹം ലഭിച്ചില്ല എങ്കിൽ ഞാൻ പ്രായോപവേശ വ്രതത്തെ അനുഷ്ഠിച്ച് നിരാഹാര വ്രതമനുഷ്ഠിച്ച് പ്രാണത്യാഗം ചെയ്യും. 100 ജന്മം കൊണ്ടെങ്കിലും എനിക്ക് അവിടുത്തെ ലഭിക്കും. ഇതാണ് ആ രുക്മിണീ ദേവി നൽകിയിട്ടുള്ള രഹസ്യ സന്ദേശം ഞാൻ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സന്ദേശത്തെ അവസാനിപ്പിക്കുന്നത്. ഇതിന് ലൗകിക രീത്യ ഉള്ളതും ആധ്യാത്മിക രീത്യ ഉള്ളതുമായ വ്യാഖ്യാനങ്ങൾ സപ്തപദം അഥവാ സപ്തപതി എന്ന വിവാഹത്തിന്റെ ചടങ്ങ് 7 ചുവട് വധുവിനെ മുന്നോട്ട് വയ്പ്പിക്കുന്നു വരൻ. അതിന്റെ മന്ത്രങ്ങളുമൊക്കെ സപ്തപതി മന്ത്രങ്ങളെ കാണാം. അത് ഒരു വശത്ത്. മറുവശത്ത് ആധ്യാത്മിക തലത്തിൽ സത്വാപത്തി, അസംസക്തി, തനുമാനസ, പദാർത്ഥാഭാവനി, തുര്യക ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു സാധകൻ ക്രമമായി മുന്നോട്ട് ആ യോഗസാധനയിൽ കൂടിയിട്ട് വയ്ക്കുന്ന ചുവടുവയ്പ്പുകളാണ് എന്നും വ്യാഖ്യാനിക്കാറുണ്ട്. വിവാഹത്തിന്റെ സപ്തപതിയുടെ താത്പര്യം, അല്ലയോ വധു, നീ അന്നസിദ്ധിക്കായി ആദ്യത്തെ ചുവട് വയ്ക്കുക. നിന്റെ കർത്തവ്യങ്ങളെ ഉചിതമായി ചെയ്തുകൊണ്ട് വർത്തിക്കുക. നമുക്ക് സൽസന്താനങ്ങൾ ഉണ്ടാവട്ടെ. ആ സന്താനങ്ങൾ ദീർഘായുസോടുകൂടി ഇരിക്കട്ടെ. അന്നസിദ്ധിക്കായിട്ടും രസസിദ്ധിക്കായിട്ടും ധനപോഷണത്തിനായിട്ടും സുഖവർത്തിത്വനായിട്ടും വംശപരമ്പര തുടർന്നു പോകാനായിക്കൊണ്ടും പുത്രപൗത്രാദി ലാഭത്തിനു വേണ്ടിയും എല്ലാ കാലങ്ങളിലും ലഭിക്കുന്നതായ ഭോഗവസ്തുക്കളെ ലഭിക്കാൻ വേണ്ടിയിട്ടും അറിവും സാമർഥ്യവുമുള്ള സ്നേഹിതന്മാരെ നേടാൻ വേണ്ടിയിട്ടും എന്നിങ്ങനെ ആ വരൻ വധുവിനെ മുന്നോട്ട് ചുവടുവയ്പ്പിക്കുന്ന പ്രക്രിയയാണ് സപ്തപതിയെങ്കിൽ ഇവിടെ ആ രുക്മിണീദേവി ഈ പ്രാർത്ഥനയിൽ കൂടിയിട്ടതാ ഭഗവാനിലേക്ക് 7 ചുവട് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, തന്നെ സമർപ്പിക്കുന്നു.
രുക്മിണീ ദേവിയുടെ സന്ദേശം കേട്ട ശ്രീകൃഷ്ണൻ ദൂതനായി വന്ന വിപ്രന്റെ കരം ഗ്രഹിച്ച് പറയുകയാണ്, എനിക്കും രുക്മിണിയെ തന്നെ ചിന്തിച്ച് ഉറങ്ങാൻ കഴിയുന്നില്ല. എന്നോടുള്ള വിരോധം കൊണ്ട് രുക്മിണിയുടെ ജ്യേഷ്ഠനായ രുക്മിയാണ് ഇക്കാര്യത്തിൽ തടസ്സം നിൽക്കുന്നത് എന്നറിയാം. എന്നിൽ അനുരക്തയായ കമനീയാംഗിയായ രുക്മിണിയെ അരണിയിൽ നിന്ന് അഗ്നി എന്ന പോലെ ആ ക്ഷത്രബന്ധുക്കളെ വന്ന് ഞാൻ കൊണ്ടുപോരുന്നുണ്ട്. താമാനൈഷ്യ ഉന്മധ്യ രാജന്യാപസതാൻമൃധേ മത്പരാമനവദ്യാംഗീ മേധസോഗ്നിശിഖാമിവ. വേഗം തന്നെ സാരഥിയായിട്ടുള്ള ദാരുകനെ വിളിച്ചു നിർദ്ദേശിച്ചു, തേര് തയ്യാറാക്കൂ. ശൈബ്യം, സുഗ്രീവം, മേഘപുഷ്പം, ബലാഹകം എന്നിങ്ങനെയുള്ള ആ കുതിരകളെയെല്ലാം കൂട്ടി തേര് തയ്യാറാക്കി ദാരുകൻ. ദൂതനായി വന്ന വിപ്രന്റെ കരം ഗ്രഹിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ തേരിൽ കയറി ഒറ്റ രാത്രി കൊണ്ട് ദ്വാരകയിൽ നിന്നും വിദർഭയിൽ എത്തിച്ചേരുകയാണ്. രുക്മിയുടെ വാക്കുകളെ നിഷേധിക്കാൻ പറ്റാത്തതായ ഭീഷ്മക മഹാരാജാവ് തന്റെ പുത്രിയെ രുക്മിണിയെ ശിശുപാലന് വിവാഹം ചെയ്തു കൊടുക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു. രാജവീഥികളൊക്കെ ഭംഗിയായി അലങ്കരിച്ചും കൊടിതോരണങ്ങളെ തൂക്കിയും എല്ലാ ഗൃഹങ്ങളിലും സുഗന്ധദ്രവ്യങ്ങൾ പുകച്ചും പുതിയ വസ്ത്രാഭരണങ്ങളെ ധരിച്ച സ്ത്രീ പുരുഷന്മാരെ എല്ലായിടത്തും പിതൃക്കൾക്കും ദേവന്മാർക്കുമൊക്കെ വേണ്ടതായ പൂജകളെ ചെയ്യുന്നു. ഭീഷ്മക മഹാരാജാവ് പുത്രിയുടെ വിവാഹം സമംഗളം നടക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി സജ്ജനങ്ങളെ കൊണ്ട് ആ മന്ത്രവിധി പ്രകാരം ഋഗ്യജു സാമമന്ത്രങ്ങളെ കൊണ്ട് രക്ഷാകർമ്മം ചെയ്തു. ഗൃഹശാന്തിക്കായിട്ടുള്ള ഹോമങ്ങളെ ചെയ്തു. രാജാവ് ആഭരണങ്ങളും വസ്ത്രങ്ങളും പശുക്കളെയും ഒക്കെ ദാനം ചെയ്തു. അതുപോലെ തന്നെ ചേതി രാജാവായിട്ടുള്ള ദമഘോഷന്റെ പുത്രൻ ശിശുപാലൻ രുക്മിണിയെ വിവാഹം കഴിക്കാൻ പോകുന്നു. അതിനു മുൻപായി തന്നെ വേണ്ട ശാന്തികർമ്മങ്ങളെല്ലാം നടത്തി ആ വിവാഹത്തിനായിട്ട് പുറപ്പെടുകയാണ്. ആനപ്പടയെയും കാലാൽപ്പടയെയും കുതിരപ്പടയെയുമെല്ലാം ചേർത്ത് ആ കുണ്ടിനപുരത്തിലേക്ക് വിദർഭയിലേക്ക് പുറപ്പെട്ടു. ഭീഷ്മക മഹാരാജാവ് ശിശുപാലനെ സ്വീകരിച്ച് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കൊട്ടാരത്തിൽ പാർപ്പിച്ചു. ശിശുപാലന് സഹായത്തിനായി ശാൽവൻ, ജരാസന്ധൻ, ദന്തവക്ത്രൻ, വിദൂരധൻ, പൗണ്ഡ്രകൻ തുടങ്ങി അനേകം രാജാക്കന്മാർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം തന്നെ ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും ശത്രുക്കളുമാണ്. ആ ശ്രീകൃഷ്ണൻ സൈന്യങ്ങളോടുകൂടി വന്ന് രുക്മിണിയെ അപഹരിക്കുന്നുവെങ്കിൽ ഞങ്ങളെല്ലാവരും ചേർന്ന് കൃഷ്ണനെ പരാജയപ്പെടുത്തി രുക്മിണിയെ ശിശുപാലന് തന്നെ സ്വാധീനമാക്കി കൊടുക്കും എന്ന ആ ഒരു നിശ്ചയത്തോടു കൂടിയിട്ടാണ് സർവസന്നാഹങ്ങളോടും കൂടി അവരെത്തിയിട്ടുള്ളത്. ശ്രുത്വേതൽ ഭഗവാൻ രാമോ വിപക്ഷീയ നൃപോദ്യമം
കൃഷ്ണം ചെയ്കം ഗതം ഹർത്തും കന്യാം കലഹശങ്കിത. രുക്മിണിയെ സ്വീകരിക്കാനായി തന്റെ അനുജൻ ഏകാഗിയായിട്ടാണ് വിദർഭയിലേക്ക് പോയിരിക്കുന്നത് എന്ന് അറിയുന്ന ബലരാമൻ അവിടെ ശത്രുക്കളാണ് ചുറ്റുമുള്ളത്, ഒരുപക്ഷെ യുദ്ധമുണ്ടാവും എന്ന് കരുതിയിട്ട് ആ കൃഷ്ണനോടുള്ള സ്നേഹാധിക്യത്താൽ ചതുരംഗപ്പടയുമായി അതിവേഗം കുണ്ടിനപുരത്തിലേക്ക് യാത്രയായി. രുക്മിണിയാവട്ടെ ഭഗവാൻ വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് കാത്തിരിക്കുകയാണ്. തന്റെ സന്ദേശവുമായി പോയിട്ടുള്ള ആ ദ്വിജൻ, ആ ദൂതൻ മടങ്ങി വന്നില്ലല്ലോ എന്ന് കരുതി വളരെയധികം സങ്കടത്തോടുകൂടി തന്റെ ഉപാസ്യദേവതയായ ആ പാർവതീദേവിയെ ഭജിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ദുർഭഗായ നമേധാത നാനുകൂലോ മഹേശ്വര ദേവീ വാ വിമുഖാ ഗൗരി രുദ്രാണി ഗിരിജാസതി. ദേവി ഏത് കാരണം കൊണ്ടാണ് എന്നറിയില്ല ഭാഗ്യഹീനയായ എന്റെ വിവാഹം അത് നടക്കാൻ പോകുന്നു. എന്നാൽ എന്റെ വിവാഹം നിശ്ചയിച്ചിട്ടുള്ളത് ചേതി രാജ്യത്തെ രാജകുമാരനായിട്ടുള്ള ശിശുപാലനുമായിട്ടാണ്. ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ദ്വാരകാനാഥനായ ശ്രീകൃഷ്ണനെയാണ്. ദ്വാരകയിലേക്ക് ഞാൻ അയച്ച ദൂതൻ ഇനിയും മടങ്ങിയെത്തിയിട്ടില്ലല്ലോ. എന്നിൽ എന്തെങ്കിലും ദോഷം കണ്ട് ആ ഭഗവാൻ പാണിഗ്രഹണത്തിന് വിമുഖനാണ് എങ്കിൽ ഒരുപക്ഷെ ആ അനിഷ്ടവാർത്ത തന്നെ അറിയിക്കാൻ മടിച്ചിട്ടാകുമോ ആ ദൂതൻ മടങ്ങി വരാത്തത്. ഭാഗ്യഹീനയായ എന്റെ പേരിൽ വിധാതാവോ ശ്രീപരമേശ്വരനോ പ്രസാദിച്ചിട്ടില്ല. പർവ്വത രാജപുത്രിയായിട്ടുള്ള ഗൗരിയും എനിക്ക് അനുകൂലയല്ല എന്ന് ഞാൻ കരുതുന്നു എന്നിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് പെട്ടെന്ന് രുക്മിണിയുടെ ഇടത് കൈയും ഇടതു കണ്ണും പ്രിയസൂചകമായിട്ട് തുടിച്ചു. അങ്ങനെ ഇടതുവശം അപ്രതീക്ഷിതമായി തുടിക്കുന്നത് സ്ത്രീക്ക് ശുഭ സൂചകമാണ്. ആ ദ്വിജൻ അന്തഃപുരത്തിൽ മടങ്ങിയെത്തി രുക്മിണിയുടെ അടുത്ത് വളരെ സന്തോഷത്തോടുകൂടി വരുന്ന ആ ദ്വിജനെ കണ്ട് ലക്ഷണാഭിജ്ഞയായിട്ടുള്ള രുക്മിണി മന്ദഹസിച്ചുകൊണ്ട് ചോദിച്ചു, ആ ശ്രീകൃഷ്ണ ഭഗവാൻ വന്നിട്ടുണ്ട്, ജ്യേഷ്ഠനോടുകൂടി സൈന്യങ്ങളോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. രുക്മിണിയെ സ്വീകരിക്കാം, കൊണ്ടുപോകാം എന്ന് ശപഥം ചെയ്തിട്ടുണ്ട് എന്ന വാർത്ത ദൂതൻ പറയുകയാണ്. സന്തോഷത്തോടുകൂടി ആ ദ്വിജന് എന്താണ് താൻ സമ്മാനിക്കേണ്ടത് എന്നറിയാതെ ഒന്ന് നമസ്കരിച്ചു. രുക്മിണി സ്വയംവരത്തിനായി രാമകൃഷ്ണന്മാർ എത്തിയിട്ടുണ്ട് എന്ന് കേട്ട് ഭീഷ്മക രാജാവ് വാദ്യഘോഷങ്ങളോടുകൂടി പൂജാദ്രവ്യങ്ങളോടുകൂടി എതിരേറ്റ് ചെന്ന് അവരെ സ്വാഗതം ചെയ്തു. ഉപഹാരങ്ങളൊക്കെ സമർപ്പിച്ച് പൂജിച്ചു. അവർക്കും താമസത്തിനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തു. തമാഗതം സമാജ്ഞായ വൈദർഭിം ഹൃഷ്ടമാനസാം ഏവം
രാജ്ഞാം സമേതാനാം യഥാവീര്യം യഥാവയ കൃഷ്ണമാഗതമാകർണ്യ വിദർഭപുരവാസിന ആഗത്യ നേത്രാഞ്ജലിഭി പപുസ്തന്മുഖപങ്കജം. വിദർഭവാസികളായിട്ടുള്ള ജനങ്ങൾ ശ്രീകൃഷ്ണൻ വന്നിട്ടുണ്ട് എന്നറിഞ്ഞ് ആ കൃഷ്ണനെ കാണാനും അവർ എത്തിച്ചേരുന്നു. അവർ തമ്മിൽ പറയുന്നു, ഈ ശ്രീകൃഷ്ണന്റെ പത്നിയാകാനുള്ള അർഹത നമ്മളുടെ രാജകുമാരിക്ക് രുക്മിണിക്ക് മാത്രമേ ഉള്ളൂ. ഈ ശ്രീകൃഷ്ണൻ രുക്മിണിക്ക് അനുരൂപനായ വരൻ തന്നെയാണ്. അപ്പോഴേക്കും ആ രുക്മിണി ദേവി അന്തഃപുരത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുകയാണ്. സർവാഭരണ വിഭൂഷിതയായി ഭഗവത് പാദപത്മത്തെ നനച്ചുകൊണ്ട് ദേവീ ദർശനത്തിനായിട്ട് പുറപ്പെട്ടു. അമ്മയും മറ്റ് ദാസിമാരും തോഴിമാരുമെല്ലാം ഒപ്പമുണ്ട്. ആയുധധാരികളായിട്ടുള്ള ഭടന്മാർ ചുറ്റുമുണ്ട്. ആ സമയത്ത് മൃദംഗ, ശംഖ, പണവാദി, മംഗളവാദ്യങ്ങളൊക്കെ മുഴങ്ങുന്നുണ്ട്. മാല, ചന്ദനം, വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ ഇതെല്ലാം എടുത്തുകൊണ്ട് സുമംഗലികളായിട്ടുള്ള സ്ത്രീകൾ മുൻപേ നടക്കുന്നു. ഗായകന്മാര്, വാദ്യവാദകർ, സൂതമാഗധവന്തികൾ അവരെല്ലാം സ്തുതിച്ചുകൊണ്ടും കീർത്തിച്ചുകൊണ്ടും ഒപ്പമുണ്ട്. ആ രുക്മിണി ദേവി മന്ദിരത്തിലെത്തി പ്രദക്ഷിണ നമസ്കാരങ്ങളെ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. നമസ്യേ ത്വാംബികേ ഭീക്ഷ്ണം സ്വസന്താനയുതാം ശിവാം ഭൂയാൽപതിന്മേ ഭഗവാൻ കൃഷ്ണസ്തതനുമോദതാം. സന്താന സമേതയായിട്ടുള്ള ഹേ പരമേശ്വരി, വീണ്ടും വീണ്ടും ഞാൻ നമസ്കരിക്കുകയാണ്. ആ ശ്രീകൃഷ്ണൻ എനിക്ക് ഭർത്താവായി തീരാൻ അനുഗ്രഹിച്ചാൽ. ദേവി പൂജയെല്ലാം ചെയ്തു. സുമംഗലികളായിട്ടുള്ളവരെ ജലഗന്ധാദികളെ കൊണ്ട് പൂജിച്ചും താമ്പൂലം, ഫലം ഇതെല്ലാം ദാനം ചെയ്തു അവരുടെ എല്ലാം ആശീർവാദം ഏറ്റുവാങ്ങി അവിടുന്ന് ആ രുക്മിണി തന്റെ തോഴിയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് പുറത്തു വരികയാണ്. ദേവമായ പോലെ വീരന്മാരെ പോലും മോഹിപ്പിക്കുന്ന ആ രാജകുമാരിയായ രുക്മിണിയുടെ സൗന്ദര്യം പൗരജനങ്ങളെയും അവിടെ എത്തിച്ചേർന്നതായിട്ട് അനേകം രാജാക്കന്മാർ, സൈന്യങ്ങൾ അവരെയൊക്കെ മോഹിതരാക്കി തീർത്തു എന്നാണ് ഇവിടെ പറയുക. അങ്ങനെ മുന്നോട്ട് വരുമ്പോഴാണ് എവിടെയായിരിക്കാം ശ്രീകൃഷ്ണൻ ഉള്ളത്? ആ ശ്രീകൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ടാണ് വേഗം തന്റെ ഇടതു കൈ കൊണ്ട് മുഖത്ത് നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന കുറുനിരകളെ നീക്കി സമാഗതരായിട്ടുള്ള രാജാക്കന്മാരെ ലജ്ജയോടുകൂടി കടക്കണ്ണുകൊണ്ട് നോക്കുകയാണ് രുക്മിണി. അപ്പോൾ ദൂരെയായിട്ട് ആ അച്യുതനെ കണ്ടു. സൈവം ശനൈശ്ചലയതീ ജലപത്മകോശൗ പ്രാപ്തിം ദദാ ഭഗവത പ്രസമീക്ഷമാണ ഉത്സാര്യവാമകരജൈർ അളകാനപാംഗൈ പ്രാപ്താൻ ഹ്രിയേക്ഷത നൃപാന്തദൃശി അച്യുതം സ. ആ രുക്മിണീ ദേവിയുടെ ഉദാരഹാസവും ലജ്ജാവലോകവും കണ്ട് രാജാക്കന്മാരൊക്കെ മോഹിച്ചുപോയി. പതുക്കെ പതുക്കെ മുന്നോട്ട് വരുന്ന
ആ രുക്മിണിയുടെ സമീപത്തേക്ക് എത്തിച്ചേർന്ന ശ്രീകൃഷ്ണൻ കൈപിടിച്ച് തേരിൽ കയറ്റി അവിടെ നിന്ന് ദ്വാരകയിലേക്ക് പുറപ്പെടുന്നു. ജരാസന്ധൻ തുടങ്ങിയിട്ടുള്ള മറ്റ് രാജാക്കന്മാർ ഞങ്ങൾക്ക് വന്നു ചേർന്നതായ ആ ഒരു അവമാനം, നാം നിന്ദ്യരാണ്, വനരാജാവായിട്ടുള്ള സിംഹത്തിന്റെ മുന്നിലെ ഭക്ഷണം ഒരു മാൻ വന്ന് അപഹരിച്ചു കൊണ്ടുപോകുന്നത് പോലെ ആയുധധാരികളായ ഇത്രയധികം രാജാക്കന്മാരുടെ മുന്നിൽ നിന്നും ഈ കൃഷ്ണൻ രുക്മിണിയെ അപഹരിച്ചുവല്ലോ. ാം അധ്യായത്തിലെ ഒടുവിൽ ആ ശ്ലോകം പറഞ്ഞുകൊണ്ടാണ് സമർപ്പിച്ചു കാണാൻ പറ്റുക നമുക്ക്. അഹോ ധികസ്മാൻ യശ ആതധന്വനാം ഗോപേർഹൃതം കേസരിണാം മൃഗൈരിവ. എന്നിങ്ങനെ കോപത്തോടുകൂടി വേഗം തന്നെ ആയുധങ്ങളെല്ലാം എടുത്തു രഥത്തിൽ പ്രവേശിച്ച രാജാക്കന്മാർ ശ്രീകൃഷ്ണനെ പിന്തുടരാൻ തുടങ്ങി. അതുകണ്ട് ആ ബലരാമനോടൊപ്പം യാദവ സൈന്യം യുദ്ധത്തിനായിട്ട് തയ്യാറെടുത്തു. വലിയ യുദ്ധം നടക്കവേ രുക്മിണീ ദേവി വല്ലാതെ ഭയപ്പെടുകയാണ്. ശ്രീകൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ്, ഭയപ്പെടേണ്ട രുക്മിണി, ഇപ്പോൾ തന്നെ യുദ്ധം അവസാനിക്കും. ഒരു ഭാഗത്ത് യുദ്ധം നടക്കവേ ദ്വാരകയിലേക്കുള്ള ആ യാത്ര ശ്രീകൃഷ്ണനും രുക്മിണിയും തുടർന്നു. വിദർഭയിലാവട്ടെ ആ ശിശുപാലൻ ആ രുക്മിണിയെ ശ്രീകൃഷ്ണൻ അപഹരിച്ചു കൊണ്ടുപോയി എന്ന വാർത്ത കേട്ട് ഹൃതഭാര്യനെ പോലെ, ഭാര്യയെ നഷ്ടപ്പെട്ടവനെ പോലെ ആതുരനായി നഷ്ടവീര്യനായി ഇരിക്കുകയാണ്. ആ ശിശുപാലനോട് ജരാസന്ധാദികൾ പറയാണ്, ഭോ ഭോ പുരുഷശാർദൂല ദൗർമനസ്യമിതം തെജ. അങ്ങ് വിഷാദത്തെ ഉപേക്ഷിക്കുക. ജീവികൾക്ക് പ്രിയമെന്നോ അപ്രിയമെന്നോ ഒരു സ്ഥിരമായിട്ടുള്ളൊരു അവസ്ഥയില്ല. പാവകളിക്കാരന്റെ കയ്യിലെ പാവകൾ ആ പാവ കളിപ്പിക്കുന്നവന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നൃത്തം ചെയ്യുന്നത് പോലെ ഈ ലോകം യഥാ ദാരുമയീ യോഷി നൃത്യതേ കുഹകേച്ഛയ ഏവം ഈശ്വരതന്ത്രോയമീഹതേ സുഖദുഃഖയോ. അതേപോലെ തന്നെയാണ് ഈ ലോകം ഈശ്വരേച്ഛയ്ക്ക് അനുസരിച്ച് സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു. ആ കൃഷ്ണനോട് 23 അക്ഷൗഹിണി സൈന്യങ്ങളുടെ പിൻബലത്തോടുകൂടി ഞാൻ യുദ്ധം ചെയ്തിട്ടുണ്ട്, ഒന്നല്ല 17 വട്ടം. അപ്പോഴെല്ലാം ഞാൻ പരാജയപ്പെട്ടു. ഒരിക്കൽ മാത്രമേ എനിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈശ്വരപ്രേരിതമായ കാലമാണ് ലോകത്തെ നയിക്കുന്നത് എന്നറിയുന്ന ഞാൻ ഖേദിക്കാറില്ല, സന്തോഷിക്കാറില്ല. ഇപ്പോൾ ആക്രമികളായിട്ട് നമ്മൾ അത്ര തന്നെ ബലമില്ലാത്ത യദുക്കളാൽ പരാജിതരായി കാലം അവർക്ക് അനുകൂലമാണ് എന്ന് കരുതുക, അവർ ജയിച്ചു. കാലം നമുക്ക് അനുകൂലമാകുമ്പോൾ നമുക്കും ജയിക്കാം. ഇങ്ങനെയെല്ലാം സുഹൃത്തുക്കളാൽ സാന്ത്വനിപ്പിക്കപ്പെടുന്ന
ആ ചൈത്യൻ, ആ ശിശുപാലൻ അനുചരന്മാരോടുകൂടി അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുകയാണ്. കൃഷ്ണദ്വേഷിയായ രുക്മിണിയുടെ ജ്യേഷ്ഠൻ രുക്മി തന്റെ സഹോദരിയെ ശ്രീകൃഷ്ണൻ അപഹരിച്ചു എന്ന് കേൾക്കവേ വേഗം സൈന്യങ്ങളെയും കൂട്ടി കൃഷ്ണന്റെ പിന്നാലെ പുറപ്പെടുകയാണ്. ആ വിദർഭയിൽ നിന്ന് പുറപ്പെടുമ്പോൾ, ആ കൊട്ടാരത്തിൽ നിന്ന്, ഭോജകടത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഒരു ശപഥവും ചെയ്തു. അഹത്വാ സമരേ കൃഷ്ണം അപ്രത്യൂഹിജ രുക്മിണിം കുണ്ടിനെന്ന പ്രവേക്ഷ്യാമി സത്യമേതൽ ബ്രവീമിവ. എന്റെ സഹോദരിയെ രുക്മിണിയെ അപഹരിച്ച ആ കൃഷ്ണന്റെ, ആ ഗോപപാലന്റെ ദുർമതം ഞാൻ ഇന്ന് ആയുധങ്ങൾ കൊണ്ട് ഇല്ലാതെയാക്കും. കൃഷ്ണനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി രുക്മിണിയെ വീണ്ടെടുക്കാതെ ഞാൻ ഈ കുണ്ടിനപുരത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് എല്ലാവരും കേൾക്കെ തന്നെ ശപഥം ചെയ്തു. വേഗം അവിടുന്ന് കൃഷ്ണന്റെ പിന്നാലെ പുറപ്പെട്ടു. ശ്രീകൃഷ്ണന്റെ പിന്നാലെ ചെന്ന് നേർക്ക് അസ്ത്രങ്ങളെ അയച്ചുകൊണ്ട് പറയുകയാണ് രുക്മി, യതുകുല ദൂഷക നിൽക്ക്. അഗ്നിയിൽ സമർപ്പിക്കാൻ വേണ്ടി വച്ചിട്ടുള്ള ഹവിസ് അത് ഒരു കാക്ക മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് പോലെ എന്റെ സോദരിയെയും മോഷ്ടിച്ചുകൊണ്ട് നീ എവിടേക്കാണ് പോകുന്നത്? നിന്റെ അഹങ്കാരം ഞാനിപ്പോൾ നശിപ്പിക്കും. രുക്മിണിയെ വിട്ടയക്കുക എന്നെല്ലാം പുലമ്പിക്കൊണ്ടുവരുന്ന രുക്മിയുടെ നേരെ ഭഗവാൻ ആയുധം പ്രയോഗിക്കാൻ തുടങ്ങി. ആദ്യം തന്നെ ആ വില്ല് മുറിച്ചു. ആ തെരാളിയുടെ നേരെയും കുതിരകളുടെ നേരെയും അസ്ത്രമയച്ചു. കൊടിക്കൂറ എയ്ത് വീഴ്ത്തി. തുടർന്ന് പലതരം ആയുധങ്ങളെ കൊണ്ടുള്ള യുദ്ധമാണ്. എല്ലാ ആയുധങ്ങളെയും മുറിച്ചു വീഴ്ത്തവേ ഏറ്റവും ഒടുവിൽ ഭഗവാൻ മൂർച്ചയേറിയതായ വാള് കയ്യിലെടുത്ത് രുക്മിണിയുടെ നേരെ പ്രയോഗിക്കാൻ ഭാവിക്കുമ്പോഴാണ് തന്റെ ജ്യേഷ്ഠനെ നിഗ്രഹിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രുക്മിണി ദൃഷ്ട്വാ ഭ്രാതൃവധോദ്യോഗം രുക്മിണീ ഭയവിഹ്വല പതിത്വാ പാദയോർഭർത്തുരുവാച കരുണം സതി യോഗേശ്വരാ പ്രമേയാത്മൻ ദേവദേവ ജഗൽപതേ ഹന്തും നാർഹസി കല്യാണ ഭ്രാതരം മേ മഹാഭുജ. ഇത് ജ്യേഷ്ഠനെ നിഗ്രഹിക്കരുതേ. അങ്ങയുടെ മഹത്വം, ഭഗവത് മഹത്വം എന്തെന്ന് അറിയാതെ ഇങ്ങനെയെല്ലാം ചെയ്യുന്നു എന്നേ ഉള്ളൂ. എന്ന രുക്മിണിയുടെ ആ പ്രാർത്ഥന കേട്ട് ശ്രീകൃഷ്ണന്റെ കാലുപിടിച്ച് അപേക്ഷിക്കുന്നത് കണ്ട ആ ഭഗവാൻ രുക്മിയെ പിടിച്ചു ബന്ധിച്ചു. പ്രയോഗിക്കാൻ വേണ്ടി എടുത്ത വാളുകൊണ്ട് തന്നെ മുടിയെല്ലാം മുറിച്ചു മാറ്റി വിരൂപനാക്കി തീർത്തു രുക്മിയെ. അപ്പോഴേക്കും യാദവ സൈന്യങ്ങളോടുകൂടി ബലരാമൻ യുദ്ധമെല്ലാം അവസാനിപ്പിച്ച് മടങ്ങിയെത്തി. ഹതപ്രായനായ രുക്മിയെ കണ്ട് കാരുണ്യത്തോടുകൂടി ബലരാമൻ രുക്മിയെ മോചിപ്പിച്ചു. ശ്രീകൃഷ്ണനോടായി പറഞ്ഞു, കൃഷ്ണ, ഈ ചെയ്തത് ഭംഗിയായില്ല, നമുക്കിത് ഉചിതമല്ല. ബന്ധുവിനെ ഇത്തരത്തിൽ അപമാനിക്കുന്നത് അയാളെ നിഗ്രഹിക്കുന്നതിന് തുല്യമല്ലേ?
രുക്മിണിയെയും ആശ്വസിപ്പിച്ചു. രുക്മിണിയുടെ ജ്യേഷ്ഠനെ രുക്മിയെ ഇങ്ങനെ വിരൂപപ്പെടുത്തിയല്ലോ എന്ന് കരുതി ഞങ്ങളോട് വിഷമം തോന്നരുത്. ഓരോരുത്തരും അവരവരുടെ കർമ്മഫലമാണ് അനുഭവിക്കുന്നത്. സുഖമോ ദുഃഖമോ അങ്ങനെയാണ് വന്നു ചേരുന്നത്. വീണ്ടും ശ്രീകൃഷ്ണനോട് പറയുകയാണ്, ഒരു ബന്ധു വധാർഹനാണ് എങ്കിൽ കൂടി വധിക്കാൻ പാടില്ല, അവനെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. അങ്ങനെയുള്ള ഒരുവൻ സ്വദോഷം കൊണ്ട് തന്നെ ഹതനാണ്. അങ്ങനെയുള്ള ഒരുവനെ ഹതനെ പിന്നെ ആരെങ്കിലും ഹനിക്കാറുണ്ടോ? ജ്യേഷ്ഠാനുജന്മാർ പോലും പരസ്പരം ഹനിക്കുന്നതായ അതിഘോരമായ ഈ ക്ഷത്രിയധർമ്മം ബ്രഹ്മനിർമ്മിതമാണ്. ശ്രീമതം കൊണ്ട് മത്തരായിത്തീർന്ന അവിവേകികൾ രാജ്യത്തിനു വേണ്ടി, ഭൂമിക്ക് വേണ്ടി, ധനത്തിനു വേണ്ടി, സ്ത്രീക്ക് വേണ്ടി, അധികാരത്തിനു വേണ്ടി മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നു. ദേഹാഭിമാനികളായിട്ടുള്ളവർക്ക് ഭഗവത് മായ കൊണ്ട് മിത്രം, ശത്രു എന്നിങ്ങനെയുള്ള ഭേദബുദ്ധി ഉണ്ടാകും. എന്നാൽ സകല ശരീരങ്ങളിലും വർത്തിക്കുന്ന ആ പരമാത്മാവ് ഏകനാണ്. ഉപാധി ഭേദം കൊണ്ടാണ്. സൂര്യനെയും ആകാശത്തെയും അനേകമായിട്ട് അറിവില്ലാത്ത ജനങ്ങൾ കരുതും പോലെ ഏകനായ ആത്മാവിനെ അവിവേകികളാണ് അനേകമായി കാണുക. ഹേ രുക്മിണി, ആത്മാവിന് അസത്തായിട്ടുള്ള ശരീരവുമായി, ദേഹേന്ദ്രിയാദികളുമായി സംയോഗമോ വിയോഗമോ വാസ്തവത്തിലില്ല. ആത്മാവിന്റെ സത്ത കൊണ്ടാണ് അവ പ്രകാശിക്കുന്നത്. ജന്മാദി വികാരങ്ങളെല്ലാം ദേഹധർമ്മങ്ങളാണ്, അതൊരിക്കലും ആത്മധർമ്മങ്ങളല്ല. നിദ്രയിൽ ഒരുവൻ സ്വപ്നം കാണുന്നു, സ്വപ്നത്തിൽ വിഷയങ്ങളെ അനുഭവിക്കുന്നു. യഥാശയാന ആത്മാനം വിഷയാൻ ഫലമേവച അനുഭുക്തേപ്യസത്യർത്ഥേ തഥാപ്നോത്യബുധോ ഭവം. സ്വപ്നത്തിൽ ഒരുവൻ പല വിഷയങ്ങളെയും ഭുജിക്കുന്നത് പോലെ അജ്ഞൻ ദേഹാദികൾ അസത്ത് എങ്കിലും ഈ സംസാരത്തെ അനുഭവിക്കുന്നു. അതുകൊണ്ട് രുക്മിണി ശരീരശോഷകമായ മമതാഹേതുകമായ ഈ അജ്ഞാനത്തെ തത്വജ്ഞാനം കൊണ്ട് നശിപ്പിച്ച് സ്വസ്ഥയായാലും സ്വസ്ഥാഭവ ശുചിസ്മിതേ എന്നിങ്ങനെ ബലരാമന്റെ ആ ഒരു ഉപദേശം രുക്മിണീ ദേവിക്ക്. അവിടുന്ന് ബലരാമനാൽ മോചിപ്പിക്കപ്പെട്ട അപമാനിതയായിത്തീർന്ന രുക്മി തനിക്ക് വന്നു ചേർന്ന വൈരൂപ്യത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടും താൻ ചെയ്ത ശപഥത്തെക്കുറിച്ച് ചിന്തിച്ചും അവിടുന്ന് കുണ്ടിനപുരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്ന കാരണത്താൽ ഭോജകടം എന്ന മറ്റൊരു പുരത്തിൽ താമസം ആരംഭിച്ചു. ഇപ്രകാരം ശ്രീകൃഷ്ണൻ മറ്റ് രാജാക്കന്മാരെയെല്ലാം പരാജയപ്പെടുത്തി ഭീഷ്മക മഹാരാജാവിന്റെ പുത്രിയായ രുക്മിണിയെ ദ്വാരകയിൽ കൂട്ടിക്കൊണ്ടുവന്ന് യഥാവിധി വിവാഹം ചെയ്തു. അവിടെ വലിയൊരു ഉത്സവം തന്നെയായിരുന്നു എന്ന് പറഞ്ഞു. എല്ലാവരും വധൂവരന്മാർക്ക് സമ്മാനങ്ങളെല്ലാം നൽകി. ലക്ഷ്മി അംശ ആയിട്ടുള്ള ആ രുക്മിണീ ദേവി രുക്മിണ്യാരമയോപേതം ദൃഷ്ട്വാ കൃഷ്ണം ശ്രിയപ്പതിം. രമാംശ സംഭൂതയായ രുക്മിണി ദേവി ശ്രീകൃഷ്ണനോട് ചേർന്നതായി കണ്ടതോടുകൂടി താരകാവാസികൾക്കെല്ലാം അത്യധികം ആനന്ദം വന്നു ചേർന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതത്തിലെ മറ്റൊരു കഥ കൂടി ഇവിടെ സമർപ്പിക്കുന്നത്. രുക്മിണീ സ്വയംവരം. രുക്മിണിയാകുന്ന ജീവന് ആ ഈശ്വരനെ ലഭിക്കുവാൻ ജീവന് ഈശ്വര സാക്ഷാത്കാരത്തിന് തടസ്സമായിട്ട് വരുന്നതാണ് പഞ്ചേന്ദ്രിയങ്ങൾ. ആ പഞ്ചേന്ദ്രിയങ്ങളെയാണ് ഇവിടെ
രുക്മിണിയുടെ ജ്യേഷ്ഠന്മാരായി സഹോദരന്മാരായി പറഞ്ഞത്. ഇന്ദ്രിയങ്ങൾ ജീവനെ വിഷയങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുമ്പോഴും അതിൽ നിന്നെല്ലാം വിട്ട് ഒരു ഗുരുവിന്റെ അനുഗ്രഹത്തോടെ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മാർഗത്തെ കണ്ടെത്തുകയും അങ്ങനെ ആ ഭഗവത് പദത്തെ ആശ്രയിച്ച് ആ ഭഗവത് പദത്തെ പ്രാപിക്കുന്നതായ ഒരു ജീവന്റെ ആത്മസാക്ഷാത്കാരം തന്നെയാണ് ഈ കഥയിൽ കൂടിയിട്ടും വേദവ്യാസ മഹർഷി നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ആ രുക്മിണീ സ്വയംവര കഥയെ സമർപ്പിക്കുന്നു. നമസ്കാരം. ശ്രീഹരയേ നമഃ.